Hi friends, once again welcome back to my channel. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു ഗ്ലോയിങ് CC എങ്ങനെ നമുക്ക് ലൈറ്റ് മോഷൻ ചെയ്യാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊന്ന് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് കൊടുത്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക. ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് പ്ലസ് ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റേഷ്യോ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഇപ്പോൾ 16:9 ആണ് റേഷ്യോ സെലക്ട് ചെയ്യുന്നത്. റെസൊല്യൂഷൻ 720p, ഫ്രെയിം റേറ്റ് 60 FPS, ബ്ലാക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന CC നിങ്ങൾക്ക് ഏത് വീഡിയോയിലോ ഫോട്ടോയിലോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഒരു ഫോട്ടോയിലാണ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വീഡിയോയിലും ആഡ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഫോട്ടോയോ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് പ്ലസ് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിൽ കാണുന്ന 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഫിൽ സ്ക്രീനായി കൊടുക്കുക. ഫിൽ സ്ക്രീനായി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് പോവുക. പ്ലസ് ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. പ്ലസ് ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മേളിൽ ഡോട്ടിൽ പോയിട്ട് അതും ഫിൽ സ്ക്രീനായി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് പോയി റെക്റ്റാങ്കിളിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എഫക്ട്സിൽ പോവുക, ആഡ് എഫക്ട്സിൽ പോവുക, അതറിൽ പോവുക. അത് കഴിഞ്ഞിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. അപ്പോൾ അത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കോപ്പി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് റെക്റ്റാങ്കിളിൽ ഒന്നുകൂടി സെലക്ട് ചെയ്യുക. എഫക്ട്സിൽ പോവുക, ആഡ് എഫക്ട്സിൽ പോവുക, ബ്ലർ സെലക്ട് ചെയ്യുക. ബ്ലർ സെലക്ട് ചെയ്തിട്ട് അതിൽ ഗേഷ്യൻ ബ്ലർ, ഇവിടുന്ന് മൂന്നാമത് കാണുന്ന ഗേഷ്യൻ ബ്ലർ ഒന്ന് സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഗേഷ്യൻ ബ്ലർ ആഡായിട്ടുണ്ട്. ഗേഷ്യൻ ബ്ലറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കത് ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഒരു 300 സൈസിലാക്കി വയ്ക്കുകയാണ്. 300 സൈസിലേക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്ത് ബാക്ക് പോവുക. അത് കഴിഞ്ഞിട്ട് ആ റെക്റ്റാങ്കിൾ ഒന്നുകൂടി സെലക്ട് ചെയ്യുക. ബ്ലെൻഡിങ്ങിൽ പോവുക, ലൈറ്റിങ്ങിൽ പോവുക. ലൈറ്റിങ്ങിൽ പോയിട്ട് സ്ക്രീനായി കൊടുക്കുക. അപ്പോൾ ഒരു ഗ്ലോ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. കണ്ടില്ലേ ഗ്ലോ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ CCയുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. CCയുടെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പ്രിവ്യൂവിൽ കണ്ട പോലെ തന്നെ ഒരു ബ്ലിങ്ക് ഇതിൽ കൊടുക്കാനായിട്ട്, ബ്ലിങ്ക് എന്ന് പറഞ്ഞാൽ ഫ്ലിക്കറായിട്ട് അത് കൊടുക്കാനായിട്ട് നമ്മൾ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. നമുക്കൊരു ഫ്ലിക്കർ കിട്ടണമല്ലോ. റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ഇത് ഫിൽ സ്ക്രീനായി കൊടുക്കുക. അല്ലെങ്കിൽ സൂമായി കൊടുത്താലും മതി. സൂമായി കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ മുകളിലത്തെ ഡോട്ടിൽ നോക്കി ഫിൽ സ്ക്രീൻ ആക്കുക. എന്തായാലും കുഴപ്പമില്ല. എഫക്ട്സിൽ പോവുക. അത് കഴിഞ്ഞിട്ട് റെക്റ്റാങ്കിൾ ഒന്ന് സെലക്ട് ചെയ്ത് എഫക്ട്സിൽ പോവുക. ആഡ് എഫക്ട്സ് ക്ലിക്ക് ചെയ്യുക. ആഡ് എഫക്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുക. കോപ്പി ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എഫക്ട്സിൽ പോവുക. ആഡ് എഫക്ട്സിൽ പോവുക. കളർ ആൻഡ് ലൈറ്റിൽ പോവുക. എക്സ്പോഷർ ഓർ ഗാമ കൊടുക്കുക. ഇവിടുന്ന് തേർഡ് ഓപ്ഷൻ എക്സ്പോഷർ ഓർ ഗാമ സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്പോഷർ ഓർ ഗാമ നമ്മളൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. എക്സ്പോഷർ ഗാമയിലെ എക്സ്പോഷർ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 13 റേഞ്ചിലായി കൊടുക്കുക. 0.13 ആയി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി ബാക്ക് വരിക. രണ്ടാമത്തെ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. എഫക്ട്സിൽ പോവുക. ആഡ് എഫക്ട്സ് കൊടുക്കുക. ഫ്ലിക്കർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫ്ലിക്കർ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഫ്ലിക്കറിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫ്രീക്വൻസി ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഒരു 13 റേഞ്ച് 7.13 ഹെർട്സ് റേഞ്ചിലായിട്ടൊന്ന് കൊടുക്കുക. അത് എൻ്റെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ? ഒരു ഫ്ലിക്കർ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വലിയ കാര്യമായിട്ട് കാണാൻ പറ്റില്ല, നല്ലൊരു ഏകദേശം ഒരു ഫ്ലിക്കറായിട്ട് കിട്ടും. അത് വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഇതായിട്ട് കിട്ടും. ഞാൻ ഫോട്ടോയിൽ കാണിക്കുന്നതുകൊണ്ടാണ് വീഡിയോയുടെ മൂവ്മെൻറ്റിനനുസരിച്ച് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക, അവരോട് അറിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. So far away, you tell me to come over. There's some games you wanna play. I'm walking to your house, nobody's home.